ദയാലു മോൻ്റെ ബർത്ത്ഡേയുടെ ബാക്കി ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. കുറേ താമസിച്ചു പോയി. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജീവിതമല്ലേ, കുറേ പ്രശ്നങ്ങൾ, പിന്നെ കുറേ തിരക്കുകൾ. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഇടാനൊരു വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഇതാണ് വീഡിയോ. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കൺമണിയും കല്യാണിയും ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഡെക്കറേഷൻ പരിപാടി അവരാണ് ഏറ്റെടുത്തത്. വളരെ നന്നായിട്ട് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇളക്കുട്ടിയാണ് അവിടെ ഇരുന്ന് കളിക്കുന്നത്. പിന്നെ അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറേ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. ഉച്ചയ്ക്കൊരു 12 മണിയോടുകൂടി കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് ദയാലു മോൻ്റെ ബർത്ത്ഡേ കേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര നിർബന്ധമായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന നിമിഷം മുതൽ തുടങ്ങിയ നിർബന്ധമാണ്. കേക്ക് കഴിക്കത്തില്ലാതെ ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഓക്കെയായി. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടികൾ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആരാ കൊടുത്തെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു, ഭയങ്കര ഓക്കെയായി. പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ കുറച്ച് നേരമൊക്കെ നിന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക, എപ്പോഴാണ് കരച്ചിലൊന്ന് നിർത്തുന്നത്, അവൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ആ കോട്ടൊക്കെ ഒന്ന് ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ ഫേവറേറ്റ് വണ്ടി കിട്ടിയപ്പോഴത്തേക്ക് ആൾ ഓക്കെയായി. പിന്നെ ഓരോരുത്തരും കേക്കൊക്കെ മുറിച്ച് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ച് ഞങ്ങൾ കഴിച്ചത്. ഇത് നന്ദു ആണ് കേട്ടോ. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ഇത് നന്ദു. മറ്റേ വീഡിയോസ് കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. പോട്ടെ, ഇനി അടുത്തത് വരുവാണെങ്കിൽ കാണിച്ചു തരാം ഓരോരുത്തരെ. പിന്നീട് കേക്ക് കട്ട് ചെയ്യുമായിരുന്നു. കട്ട് ചെയ്ത് മാറ്റിയത് കല്യാണിയായിരുന്നു. ഈ നിൽക്കുന്നതാണ് കേട്ടോ കല്യാണി. കല്യാണിയുടെ മോൾ, അതായത് അശ്വിനിയുടെ ചേച്ചിയുടെ മോളാണ്. പിന്നെ അത് അശ്വിനിയുടെ അമ്മയാണ് അവിടെ ആ സെറ്റിയിലിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കൺമണി ഉണ്ടാക്കിയ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വരുമാനം കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ. മറ്റേ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെയുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവളെ കോൺടാക്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴത്തെ ചേച്ചിയാണ്, ഇത് എൻ്റെ ചേച്ചിയാണ്. ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ആൾക്ക് വണ്ടി കിട്ടിയ ബഹളത്തിൽ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടിയായിട്ടുള്ള കളിയും ബഹളമൊക്കെ ആയിരുന്നു. നിൽക്കുന്നത് വല്യച്ഛനാണ്, ഇതെൻ്റെ മോനാണ്. പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, കഴിക്കാനൊക്കെ തുടങ്ങി.